Hello my dear viewers, welcome back. Assalamu alaikum warahmatullahi kayfal hal tamam. Alhamdulillah shukr barak. സോ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് എല്ലാവരും വളരെ ടയേർഡായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഞാനും വളരെയധികം ടയേർഡാണ്. അതിനിടയിൽ ചില ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളുണ്ടായി. അത്തരം ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ 2 വോയിസ് ക്ലിപ്പുകളുണ്ട്. 2 പ്രധാനപ്പെട്ട വോയിസ് ക്ലിപ്പുകൾ, വോയിസ് കോൾ റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷേ അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല. കാരണം വോയിസ് കോൾ റെക്കോർഡ് ചെയ്ത് വിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ട് നമ്മുടെ ഈ സാധനം ഉണ്ട്, നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് 2 വോയിസ് ക്ലിപ്പുകൾ. ഇവിടെ കഴിഞ്ഞ നാളുകളിൽ നമ്മളും അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സും ഈ തെറി പറയുന്ന ഈ തെറുത്താത്തയും തമ്മിലുണ്ടായ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനുശേഷം ഇവർ വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും പലതരത്തിൽ നമ്മളോട് ഏറ്റുമുട്ടാൻ വരികയും ഒക്കെ ചെയ്തു. അതിനുശേഷം FIR കൊടുത്തെന്ന് പറഞ്ഞു. FIR ഇപ്പോൾ വരും, നാളെ വരുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ അതിനൊന്നും തയ്യാറായില്ല. കാരണം ഞാൻ FIR എഴുതി വെച്ചൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ FIR ഇവരെ ഇത്രയും പറയാൻ ഒരു സ്ത്രീയെ കോടതി കയറ്റി ഇറക്കുന്നത് ശരിയല്ല. ഒരുപാട് കേസുകൾ ഓൾറെഡി ഉള്ള ഒരാളാണ്. വീണ്ടും നമ്മളായിട്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതി ഞാൻ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇവർ എനിക്കെതിരെയും എൻ്റെ ഭാര്യയ്ക്കെതിരെയും എൻ്റെ കൊച്ചുകുട്ടി അടക്കമുള്ളവർക്കെതിരെ പറഞ്ഞ എൻ്റെ പേര് വെച്ചിട്ട വീഡിയോ മാത്രം മതി ഇവർക്കെതിരെ നമുക്ക് കേസിന് പോകാനുള്ള ഏറ്റവും വലിയ എവിഡൻസ്. സ്ട്രൈക്കും കൊടുക്കാം. വളരെ വ്യക്തമായിട്ട് ഇവർക്ക് സ്ട്രൈക്ക് കൊടുത്ത് ഇവരുടെ വീഡിയോ എനിക്ക് തീർച്ചയായും ടേക്ക് ഡൗൺ ചെയ്യിപ്പിക്കാം. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനും എതിരാണ് ആ വീഡിയോ. കൊച്ചുകുട്ടി അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിനൊന്നും പോയില്ല. കാരണം അത്രയും ഒരു രീതി എനിക്കില്ല. ചാനൽ സ്ട്രൈക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എനിവേ, ഈ തെറുത്താത്തയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. ഇവർക്ക് 3 സ്ട്രൈക്കോ അല്ലെങ്കിൽ 3 കൂടുതലോ സ്ട്രൈക്കാണ് ഇവരുടെ ചാനലിൽ വന്നിരിക്കുന്നത്. 1 ലക്ഷത്തിൽ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ ചാനലിൽ വന്നിരിക്കുന്നത്. സോ ഇവർ ഘോരം വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ചാനൽ സ്ട്രൈക്ക് വന്നാൽ എനിക്ക് പുല്ലാണ്, അടുത്ത ചാനൽ അല്ലെങ്കിൽ അതും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ചാനലൊക്കെ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇനി ഇവരുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെന്തെങ്കിലും അനാവശ്യം പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിരിക്കും, ഏത് വിധേനയാണെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ വളരെ അവിചാരിതമായി ഒരാൾ എൻ്റെ ബ്രദറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അഞ്ചൽ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹവുമായി നമ്മളിപ്പോൾ വിഷയമൊന്നുമില്ല. പേര് പറയുന്ന മോശമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം വിളിക്കുന്നു. എൻ്റെ ബ്രദറിനോട് കുറച്ച് മോശമായി സംസാരിക്കുന്നു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഷബ്നയുമായിട്ട് എന്താ വിഷയമെന്ന് ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. പുള്ളിക്കൊന്നും അറിയാത്തതുകൊണ്ട് പുള്ളി അറിയത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഇവിടെ വന്നപ്പോൾ ഇവർ എന്നോട് പറയുന്നു. ഞാൻ രാത്രി ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു. തിരിച്ചു വിളിച്ചപ്പോൾ ഇദ്ദേഹം നല്ല മദ്യപിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കുകൾക്ക് ഉണ്ടാകുന്നു. അവരിങ്ങോട്ട് തെറി പറയുന്നു, അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ അങ്ങോട്ട് തെറി പറയുന്നു. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ, ഒരു മനീഷ് അഞ്ചൽ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫോൺ കോൺഫറൻസ് ആക്കുന്നു. ഈ പറയുന്ന വിജിര എന്ന് പറയുന്ന പയ്യനും അതുപോലെ തന്നെ വിവി, ഞങ്ങൾ 3 പേരും സംസാരിക്കുന്നു. അഞ്ചൽ വരാൻ അവർ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ അഞ്ചൽ ചെല്ലാമെന്ന് പറയുന്നു. പനച്ചുവിള ജംഗ്ഷനിൽ ഞങ്ങൾ എത്തിയതിന് ശേഷം ഇവരെത്തുന്നില്ല. അതാണ് ഇവിടെ ഉണ്ടായത്. സോ പിന്നീട് നമ്മൾ അവരോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത്, ഈ തെറുത്താത്ത ഇവർക്ക് കൊടുത്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തെറുത്താത്തയുടെ ഒരു അകന്ന ബന്ധുവാണ് ഇദ്ദേഹം. അപ്പോൾ ഈ തെറുത്താത്ത 3 നമ്പറുകൾ അയച്ചു കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് അയച്ചു കൊടുത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല, എന്നെ നിരന്തരമായി ഇത്തരം ആൾക്കാർ തെറി പറയുന്നു, അഞ്ചലുള്ള കക്ഷിക്കാരാണ്, അവരെ വിളിച്ച് വിരട്ടുക അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കുക എന്നായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തെറുത്താത്ത ചെയ്ത ഏറ്റവും വലിയൊരു പിഴവ്, സ്വന്തം കൂടെ നിൽക്കുന്ന ആളോട് പോലും സത്യം പറഞ്ഞില്ല. ഈ ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം സത്യം അദ്ദേഹത്തോട് പറയാനുള്ളൊരു മാന്യത ഈ തെറുത്താത്ത കാണിച്ചില്ല. എവിടെയാണ് ഈ ഇഷ്യൂ ഉണ്ടായത്? ഞാൻ നേരിട്ട് അങ്ങോട്ട് തെറി പറയാൻ വന്നതാണോ? എന്താണ് ഇവിടെ ഇഷ്യൂ ഉണ്ടാകാൻ കാരണം? യാതൊരു കാരണവുമില്ലാതെ ഏതോ ഒരു ഓസ്ട്രേലിയൻ എംബോക്കിയുടെ വീഡിയോ നിരന്തരമായി നിങ്ങൾ നിങ്ങളുടെ ചാനലിലിടുന്നു. സുരേഷ് ഗോപി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിനെ വിമർശിച്ചു. വേറെ എന്താ ചെയ്തത്? നിങ്ങൾ ഈ ഓസ്ട്രേലിയൻ എംബോക്കിയുടെ ചാനലിൽ റീച്ച് ഇല്ലാത്തതുകൊണ്ട് അവരെനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ എടുത്തിടേണ്ട ആവശ്യമുണ്ടോ? അതിനാണോ നിങ്ങളുടെ ചാനൽ? സോ അങ്ങനെ നിരന്തരം നിങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ചത്. നിങ്ങൾ നേർക്ക് വരൂ, നേർക്ക് നമുക്ക് സംസാരിക്കാം, മറ്റേ എംബോക്കി വേണ്ട, എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത്? എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും മോൾക്കും കുഞ്ഞിനും വിളിക്കാൻ തുടങ്ങി. സാധാരണ എല്ലാവരോടും ചെയ്യുന്ന രീതി. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. നിങ്ങളുള്ള സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ 5 വരുവാണെങ്കിൽ ഞാൻ അവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കക്ഷിക്കാരി അന്ന് ഈ പറഞ്ഞ കക്ഷിയായിട്ട് വിളിച്ച് പറഞ്ഞ് അഞ്ചൽ എനിക്ക് കുറച്ച് ആൾക്കാർ ഒരുക്കി തരണമെന്ന് ആരും പോയില്ല. ഇവിടെ അഞ്ചൽ, ചണ്ണപ്പേട്ട, വയല, ആയൂര് ഈ മേഖലയിലെല്ലാം നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെയുള്ള ആരെ എടുത്താലും നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ. ഈ വിളിച്ച കക്ഷിയുടെ ഫേസ്ബുക്കിൽ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കിയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരും അയാളുടെ കൂട്ടുകാരും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ വിളിച്ച കക്ഷിക്ക് നമ്മളാരാണെന്നും അദ്ദേഹം ആരാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളി എന്തായാലും വളരെ സമാധാനത്തോടെ സംസാരിച്ചു പിരിഞ്ഞു. അതുകൊണ്ട് പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ശരിയല്ല. വോയിസ് റെക്കോർഡ് ഞാൻ വെക്കുന്നില്ല. ഇനി ഈ പറയുന്ന ഈ തെറുത്താത്തയ്ക്ക് സ്ട്രൈക്ക് വന്ന വിഷയം, എന്തുകൊണ്ട് സ്ട്രൈക്ക് വന്നുള്ള കാര്യം ഈ തെറുത്താത്തയാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് വന്നത്? ആരാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ നിർബന്ധിതരായത്? അത് നിങ്ങൾ കണ്ടെത്തുക.
എന്നിട്ട് നിങ്ങൾ ഈ ഒളിപ്പോര് നടത്താതെ, അതായത് പ്രേക്ഷകരോട് വന്നിട്ട് എനിക്ക് സ്ട്രൈക്ക് വിഷയമില്ലെന്ന് പറഞ്ഞിട്ട് ഒളിപ്പോര് നടത്തി നിങ്ങൾ അവിടെ പോയി സ്ട്രൈക്ക് ക്ലിയർ ചെയ്യാൻ നോക്കുന്നതല്ല മാന്യത. നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾ വന്ന് പറ. ഞാനിപ്പോഴും പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ട്രൈക്ക് എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എനിക്ക് വ്യക്തമായി അറിയാം നിങ്ങൾക്ക് ആരാണ് സ്ട്രൈക്ക് എന്ന്, എന്തുകൊണ്ട് സ്ട്രൈക്ക് എന്നുള്ള കാര്യം ഞാനത് കണ്ടുപിടിച്ചു. അവരോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു സ്ട്രൈക്കിനോട് ഞാൻ യോജിപ്പില്ല. അന്നേരം അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ സ്ട്രൈക്കിന് നിർബന്ധിതരായി വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്. കാര്യകാരണം സഹിതം അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ ആ ആൾക്കാരുടെ ജീവിതത്തിൽ എന്തുമാത്രം നിങ്ങൾ പ്രൊവോക്ക് ചെയ്തു, എന്തുമാത്രം അസംബന്ധങ്ങളും ആക്ഷേപങ്ങളുമാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആക്ഷേപങ്ങളാണ് നിങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ചതെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അത് തിരുത്താൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് തയ്യാറാവുക. ഇവന് ഏറ്റവും പുതിയ മറ്റൊരു കോൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഈ പറഞ്ഞ തിരുത്താത്ത തന്നെ സ്ട്രൈക്ക് എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ ഈ പറഞ്ഞ 4-മതോ അല്ലെങ്കിൽ 3-മതോ സ്ട്രൈക്ക് അടിച്ചെന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലുള്ള ആ വ്യക്തിയെ ഇന്ന് രാവിലെ വിളിച്ചിരിക്കുന്നു. അദ്ദേഹമല്ല, ഒരു മതമേലധികാരിയെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്നു, ഒരു മുസ്ലിം മതമേലധികാരിയെ കൊണ്ട് വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വിളിച്ച് പറയുന്നു ഈ പറഞ്ഞ തെരുത്താത്തയുടെ സ്ട്രൈക്ക് നിങ്ങൾ അടിച്ചിരിക്കുന്നുവെന്ന് മാറ്റി കൊടുക്കണമെന്ന് പറയുന്ന വോയിസ് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന എവിഡൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനതും പുറത്തു വിടുന്നില്ല. മതങ്ങളെ തെറി പറയുന്ന ഈ തെരുത്താത്തയ്ക്ക് ഇപ്പോൾ മതമേലധികാരികളെ വേണമല്ലേ? സ്വയം ചിന്തിച്ച് നോക്കുക. കാണിച്ചു കൂട്ടിയതൊക്കെ ശരിയായിരുന്നോ? ഇതാണ് ഇവരുടെ സ്റ്റാൻഡുകൾ. പറഞ്ഞു മനസ്സിലായോ? അതൊന്ന് പുറത്തു കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഞാൻ ഇവരുമായിട്ട് ഒരു വിഷയമില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരോട് യാതൊരു വിഷയമില്ല. പക്ഷേ ഇവർ നമുക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്ക് പൊറുക്കാനാവും? അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവരുടെ വീട്ടിൽ പോയി പകരം ചോദിച്ചെന്നെ. ഇവരുടെ സ്വഭാവം വെച്ചാണെങ്കിൽ നമുക്ക് ഈ 2 വോയിസും പുറത്ത് വിട്ട് ഇവരെന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്കിപ്പോൾ കാണിക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് അത്തരം പരിപാടികളില്ല. സോ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചൂട്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എവിടെയും നിങ്ങളുടെ ഓസ്ട്രേലിയക്കാർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ എനിക്കെതിരെ വന്നേ? എവിടെ നിങ്ങളുടെ ഓസ്ട്രേലിയക്കാരി? അവളോട് പറ ഈ പറഞ്ഞ സ്ട്രൈക്ക് മാറ്റിത്തരാൻ. അവളെ കൊണ്ട് സാധിക്കുമോ? ഇത് പണി തന്നിരിക്കുന്നത് വളരെ കൃത്യമായി നല്ല പണി അറിയാവുന്നവനാണ് പണി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ആദ്യം ഈ മുഖത്തെ മൂടുപടം ഒന്ന് അഴിച്ച് മാറ്റുക. സ്വന്തമായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരോടെങ്കിലും സത്യസന്ധവും സുതാര്യവുമായ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന രീതിയിലുള്ള, ആരെയും പ്രൊവോക്ക് ചെയ്യാത്ത, എന്താ പറയുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോവുക. ചാനൽ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിലിടപെട്ട ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവരോടങ്ങ് പറഞ്ഞാൽ മതി. അവർ ഉൾക്കൊള്ളുവാണെങ്കിൽ ഉൾക്കൊള്ളട്ടെ. സോ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് സ്ട്രൈക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചാനൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരുടെ നിലപാടുകളോടും ഇവരുടെ ചെയ്തികളോടും ഒരു തരത്തിലും സമരസപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം നമ്മുടെ ഒരു രീതി അതല്ല. സോ ഇവരുടെ ഒരു നിലപാടുകൾക്കൊന്നും നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു തരത്തിലും ഇവരുമായിട്ടൊരു സന്ധി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.